ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ വിശേഷപ്പെട്ട ചതുർത്ഥിയാണ് വരാൻ പോകുന്നത്. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 2026 മെയ് മാസം 19 ഉച്ചകഴിഞ്ഞ് 2:18 മുതൽ 20 രാവിലെ 11:06 വരെയാണ്. അതുകൊണ്ട് തന്നെ മെയ് 20 നമ്മൾ ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഇത്തവണത്തെ ഈ ചതുർത്ഥിക്ക് വരദ ചതുർത്ഥി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വരദ ചതുർത്ഥി ഭവിഷ്യപുരാണത്തിലും പത്മപുരാണത്തിലുമൊക്കെ തന്നെ ഈ ചതുർത്ഥിയെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കണമെന്നാണ് ഭവിഷ്യപുരാണം പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ പുരുഷോത്തമ രൂപത്തെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഈ ദിവസം നമ്മൾ വിനായകനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുമെന്നും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നും സന്തതികൾ ഉണ്ടാകുമെന്നും സന്തതികൾക്ക് ശ്രേയസ് ഉണ്ടാകുമെന്നും നമുക്ക് പ്രശസ്തി ഉണ്ടാകുമെന്നും ദീർഘായുസ് ഉണ്ടാകുമെന്നും ഒക്കെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസം നമ്മൾ ദേവപൂജ ചെയ്യുകയാണെങ്കിൽ ദേവകളെ മാത്രമല്ല, അവർക്ക് മാത്രമല്ല പ്രീതി ഉണ്ടാകുന്നത്, പിതൃക്കൾക്ക് കൂടി പ്രീതി ഉണ്ടാകുന്നു എന്നാണ്. അപ്പോൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ദേവപൂജ ചെയ്യുന്നതിനും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ചതുർത്ഥിയാണ് വരാൻ പോകുന്നത്. മെയ് മാസം 20 വരദ ചതുർത്ഥി. ഈ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ലാത്ത സമയമുണ്ട്. അത് അന്ന് രാവിലെ, അതായത് 20 രാവിലെ 9:31 മുതൽ 10 രാത്രി 10:26 വരെ ചന്ദ്രനെ കാണാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതായത് രാവിലെ 9:31 മുതൽ 10 രാത്രി 10:26 വരെ. ഈ ദിവസം ഭഗവാന് വിഘ്നേശ്വരന് ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നിർബന്ധമായും ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന മറ്റൊരു പൂജാ ദ്രവ്യമാണ് കുങ്കുമം. ചുമന്ന നിറത്തിലുള്ള കുങ്കുമം ഭഗവാന് സമർപ്പിക്കുന്നത് വലിയ വിശേഷമാണ് എന്നാണ് വിശ്വാസം. ചുവന്ന നിറത്തിലുള്ള കുങ്കുമം വിനായകന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതായത് ശ്രേഷ്ഠമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അങ്ങനെ എന്ത് പ്രാർത്ഥന നമ്മൾ ചെയ്താലും ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. കറുകപ്പുല്ല്, നെയ്യ്, മോദകം, കദളിപ്പഴം, ലഡ്ഡു ഇവയൊക്കെ തന്നെ ഭഗവാന് അന്നേ ദിവസം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, അതായത് കേതുർ ദശയിൽ ജനിച്ച ആളുകൾ, അതുപോലെ തന്നെ ജാതകത്തിൽ കേതു ദോഷഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ കേതുർ ദശ അനുഭവിക്കുന്ന ആളുകൾ, ജാതകത്തിലെ കേതു 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നവർ, അശ്വതി, മകം, മൂലം, തൃക്കേട്ട, രേവതി, ആയില്യം, അശ്വതി, മകം, മൂലം, തൃക്കേട്ട, രേവതി, ആയില്യം ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ മെയ് മാസം 20 വരദ ചതുർത്ഥി ദിവസം വ്രതനിഷ്ഠയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് ഉത്തമമാണ് എന്നാണ് വിശ്വാസം. ഈ കേതു എന്ന ഗ്രഹം എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റി ശ്രേഷ്ഠവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ആളുകൾ, അതായത് ജാതകത്തിൽ കേതു
മോശം അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, കേതുർദശയിൽ ജനിച്ച ആളുകൾ, ഇപ്പോൾ കേതുർദശ അനുഭവിക്കുന്ന ആളുകൾ, ജാതകത്തിൽ കേതു 6 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, അശ്വതി, മകം, മൂലം, തൃക്കേട്ട, രേവതി, ആയില്യം ഇങ്ങനെയുള്ള നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ ദിവസം വ്രതത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ വിഘ്നേശ്വര ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് കുങ്കുമം വഴിപാടായി സമർപ്പിക്കുക അല്ലെങ്കിൽ കദളിപ്പഴം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ ശ്രേഷ്ഠമാണ്. ഉച്ച സമയത്തുള്ള പൂജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫലസിദ്ധിയുള്ളത്. 20-ാം തീയതി രാവിലെ 10:56 മുതൽ 11:06 വരെയുള്ള സമയം, 10:56 മുതൽ രാവിലെ 10:56 മുതൽ 11:06 വരെയുള്ള സമയം ഗണപതി പൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ സമയത്ത് നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഈ സമയം നോക്കിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ മനസ്സിൽ ജപിക്കുന്നതും ശ്രേഷ്ഠമാണ്. അതിൽ തന്നെ 11:03 മുതൽ 11:06 വരെയുള്ള ആ 3 മിനിറ്റ് സമയം, 11:03 മുതൽ 11:06 വരെയുള്ള സമയം അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ആ സമയത്ത് വിനായകനെ എല്ലാവരും തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുക. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും, അതിനി ഏതു ദേവതയുടെ ക്ഷേത്രമാണെങ്കിൽ പോലും ആ ക്ഷേത്രത്തിലൊക്കെ തന്നെ വിനായകൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അന്നേ ദിവസം നടത്തുകയും അവിടെയുള്ള വിനായകന് പൂജകൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഫലസിദ്ധി കൊണ്ടുവന്ന് നൽകുന്നു. കാരണം ആ ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആ ദിവസം പുരുഷ സൂക്ത മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള അർച്ചനകൾ മഹാവിഷ്ണുവിന് നടത്തുന്നത് അതും വളരെ ശ്രേഷ്ഠമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പുരുഷ സൂക്ത മന്ത്രം ഉപയോഗിച്ചിട്ട് അർച്ചന ചെയ്യുന്നതാണ്. അങ്ങനെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിനായക ക്ഷേത്ര ദർശനം നടത്തുന്നതും, ഇനി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിനായകനുണ്ടെങ്കിൽ ആ വിനായകന് വിശേഷാൽ പൂജകൾ ചെയ്യുന്നതുമൊക്കെ തന്നെ ശ്രേഷ്ഠമാണ്. കുങ്കുമം, ചുവന്ന നിറത്തിലുള്ള കുങ്കുമം, അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാരണം അന്നേ ദിവസം ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള കുങ്കുമമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ചുവന്ന നിറത്തിലുള്ള കുങ്കുമം ഭഗവാന് സമർപ്പിക്കുന്നത്, വിനായകന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണ്. കറുകപ്പുല്ല്, നെയ്യ്, മോദകം, കദളിപ്പഴം, ലഡ്ഡു ഇവയൊക്കെ തന്നെ ശ്രേഷ്ഠമാണ്. നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിക്കുന്നതും കദളിപ്പഴം നൈവേദ്യമായി സമർപ്പിക്കുന്നതുമൊക്കെ തന്നെ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ നക്ഷത്രക്കാർ അശ്വതി, മകം, മൂലം, തൃക്കേട്ട, രേവതി, ആയില്യം ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കുകയോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമെങ്കിലും ഉപേക്ഷിച്ചിട്ട് നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുകയും വിനായക ക്ഷേത്രവും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രവുമൊക്കെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗണേശ ദ്വാദശ മന്ത്രം ഞാൻ ഈ വീഡിയോയുടെ അവസാനം എഴുതി കാണിക്കാം. നിങ്ങളെല്ലാവരും അത് നോക്കി എഴുതിയെടുത്തിട്ട് ആ നാമം 108 തവണ ജപിച്ചു പ്രാർത്ഥിക്കുന്നതും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഈ ദിവസത്തെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.